തലേന്ന് സുന്നി മുഖപത്രങ്ങളിൽ സന്ദീപ് വാര്യർക്കെതിരായ പരസ്യം നൽകി CPM. സമസ്തയുടെ സുപ്രഭാതം, കാന്തപുരം വിഭാഗത്തിന്റെ സിറാജ് എന്നീ പത്രങ്ങളിലാണ് സരിൻ തരംഗം എന്ന തലക്കെട്ടോടുകൂടിയുള്ള പരസ്യം. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തെ ആയുധമാക്കിയാണ് പരസ്യത്തിന്റെ ഉള്ളടക്കം തയ്യാറാക്കിയിരിക്കുന്നത്. ഇത്തരത്തിലൊരു പരസ്യം നൽകിയത് CPMന്റെ ഗതികേടാണെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ പറഞ്ഞു. അവരാഗ്രഹിച്ചതല്ലേ അദ്ദേഹത്തെ. AK ബാലൻ എന്താ പറഞ്ഞത്? CPMന്റെ മറ്റു നേതാക്കന്മാർ എന്താ പറഞ്ഞത്? നിഷ്കളങ്കനായ നിസ്വാർത്ഥനായ ഒരു പൊതുപ്രവർത്തകനാണ് സന്ദീപ് വാര്യർ. AK ബാലൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? ആ ബാലന്റെ പാർട്ടിയാണ് ഇപ്പോൾ അദ്ദേഹത്തെ എതിർത്ത് പറയുന്നത്, വർഗീയതയെ കുറിച്ച് പറയുന്നത്. എന്തൊരു മര്യാദ ഇല്ലാത്ത രാഷ്ട്രീയമാണ്. പിന്നെ നാണവും മാനവും ഇല്ലാത്തവൻ അല്ലെ ആസനത്തിൽ ആല് മുളച്ചാൽ ഓനൊരു തണല് കാണുന്നവർക്കൊരു ചേല് എന്നൊരു പഴമൊഴിയുണ്ട്. അത് കേട്ട് നമുക്കത് സഹിക്കാം. എന്നാൽ പരസ്യത്തിൽ അസ്വാഭാവികത ഇല്ലെന്നും എല്ലാ പത്രങ്ങൾക്കും പരസ്യം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. ഞങ്ങൾ എല്ലാ പത്രങ്ങളിലും പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 പത്രങ്ങളുടെ പരസ്യം മാത്രം ഒരു പ്രധാന വിഷയമാവുന്നത് എന്തുകൊണ്ടാണെന്നറിയില്ല. മലയാളത്തിലെ ഇംഗ്ലീഷിലെയും പ്രധാനപ്പെട്ട പത്രങ്ങൾക്കെല്ലാം പരസ്യം കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാലക്കാട്ട് പരാജയം ഉറപ്പായി കഴിഞ്ഞപ്പോൾ പിന്നെ അവസാന തടവ് പ്രയോഗിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, കോൺഗ്രസ് പരാജയം സമ്മതിച്ചിരിക്കുന്നു. ശാന്തകുമാർ വെള്ളാലത്ത് തുടരുന്നുണ്ട്. നമുക്കിപ്പം ശാന്തകുമാർ, മന്ത്രി MP രാജേഷ് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഇന്നലെ പുറത്തു വന്ന പ്രമുഖ പത്രങ്ങളിലൊക്കെ സരിന് വേണ്ടിയുള്ള CPMന്റെ പരസ്യമൊക്കെ ഉണ്ടായിരുന്നു. AK ബാലൻ കുറച്ച് നേരത്തെ പ്രതികരിച്ച അതിനെക്കുറിച്ച് പരസ്യം കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. എന്താണ് ഇപ്പോൾ ഇടതു കേന്ദ്രങ്ങളിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഈ തിരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേന്ന് നടക്കുന്നത്? തീർച്ചയായും പത്രപരസ്യങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥികൾ നൽകുന്നത് പതിവാണ്. LDF സ്ഥാനാർത്ഥി സരിൻ്റെ പരസ്യം ഇന്ന് പ്രമുഖ പത്രങ്ങളിലെല്ലാം ഉണ്ട്. അതിന് ഇടയിലാണ് ഇന്ന് സുന്നി വിഭാഗങ്ങളുടെ പത്രമായ സുപ്രഭാതത്തിലും ഒപ്പം തന്നെ കാന്തപുരം വിഭാഗത്തിൻ്റെ പത്രമായ സിറാജിലും മുഴുവൻ പേജ് പരസ്യം നൽകുന്നത്. അതിൽ സന്ദീപ് വാര്യരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടും സന്ദീപ് വാര്യരുടെ മുൻകാല പ്രവൃത്തികളും വിമർശനങ്ങളും എല്ലാം സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അതിനകത്ത് ചിത്രങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ സ്ക്രീൻഷോട്ടുകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ന്യൂനപക്ഷങ്ങൾക്ക് സ്വീകരിച്ച നിലപാടുകളെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ പരസ്യം, സരിൻ്റെ പരസ്യം പുറത്തു വന്നിരിക്കുന്നത്. അത് ഏറ്റവും ശ്രദ്ധേയമായത് സുപ്രഭാതം പത്രത്തിലും സിറാജ് പത്രത്തിലുമാണ് എന്നുള്ളതാണ്. മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഏറ്റവും കൂടുതൽ വായിക്കുന്ന പത്രങ്ങളിൽ ഒന്ന് മുസ്ലിം സമസ്ത നേതൃത്വത്തിലുള്ള പത്രമാണ്, മറ്റൊന്ന് കാന്തപുരം AP വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള പത്രത്തിലുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. എന്തായാലും അതുതന്നെയാണ് ഇപ്പോൾ നേരത്തെ MP രാജേഷും അല്പം മുമ്പ് AK ബാലനും സന്ദീപ് വാര്യരുടെ പ്രവേശനത്തെക്കുറിച്ചും സന്ദീപ് വാര്യർ കോൺഗ്രസിൽ തുടരുന്ന രീതികളെക്കുറിച്ചും എല്ലാം പറയുന്നത്. RSSകാരനായി തന്നെയാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ തുടരുന്നത്. RSSകാരനായ സന്ദീപ് വാര്യരാണ് മുസ്ലിം ലീഗ് പാണക്കാട് തങ്ങളുടെ കുടുംബത്തിലേക്ക് എത്തുന്നത്, അവിടെ ചെന്ന് പച്ച ലഡു കഴിക്കുന്നു എന്നുള്ള പരിഹാസത്തോടു കൂടി AK ബാലൻ പറയുന്നു. അങ്ങനെ സന്ദീപ് വാര്യർ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരെ കുറിച്ച് വലിയ വിമർശനങ്ങളും വലിയ വിവാദങ്ങളും ഉണ്ടാക്കുക എന്ന് തന്നെയാണ് CPM ലക്ഷ്യമിടുന്നത്. വോട്ട് തന്നെയാണ് എല്ലാ കക്ഷികളുടെയും ലക്ഷ്യം. അതിന് ഉതകുന്ന വിധത്തിൽ അവയെല്ലാം പാകപ്പെടുത്തുന്ന വിധത്തിൽ തന്നെയാണ് ഇന്നത്തെ സരിൻ്റെ പത്രപരസ്യവും. അത് സന്ദീപ് വാര്യരെ കടന്നാക്രമിച്ചുകൊണ്ടും കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഈ പത്രപരസ്യം ഇത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്ന ലക്ഷ്യം വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് CPM ചെയ്തിരിക്കുന്നത്. സേതു, ശരി ശാന്തകുമാർ, നാളെയാണ് തിരഞ്ഞെടുപ്പ്. അതിന്റെ തൊട്ട് തലേന്നാളും പാലക്കാട്ടെ വിവാദം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. സമസ്തയുടെ സുപ്രഭാതം, കാന്തപുരത്തിന്റെ സിറാജ് പത്രങ്ങളിലാണ് സരിൻ തരംഗം എന്ന തലക്കെട്ടോടുകൂടിയുള്ള പരസ്യം വന്നിരിക്കുന്നത്. അതിനെ തുടർന്നാണ് പുതിയ വിവാദവും ഉടലെടുത്തിരിക്കുന്നത്.